ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നോൺ റിട്ടേൺ വാൽവ് ഓർ ചെക്ക് വാൽവ്, ഫ്ലോ കൺട്രോൾ വാൽവ്, ഓറിഫിസ്, ഫിക്സ്ഡ് ഫ്ലോ കൺട്രോൾ വാൽവ് ആൻഡ് വേരിയബിൾ ഫ്ലോ കൺട്രോൾ വാൽവ്, വൺ വേ ഫ്ലോ കൺട്രോൾ വാൽവ്, സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ്, മീറ്റർ ഇൻ സ്പീഡ് കൺട്രോൾ, മീറ്റർ ഔട്ട് സ്പീഡ് കൺട്രോൾ ആൻഡ് ബ്ലീഡ് ഓഫ് സ്പീഡ് കൺട്രോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഷട്ടിൽ വാൽവ് ആൻഡ് ആപ്ലിക്കേഷൻ ടു കൺട്രോൾ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് നോൺ റിട്ടേൺ വാൽവ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഷട്ടിൽ വാൽവ്, ആപ്ലിക്കേഷൻ ഓഫ് ഷട്ടിൽ വാൽവ്, റോളർ വാൽവ്, പ്രഷർ കൺട്രോൾ വാൽവ്, പ്രഷർ റെഡ്യൂസിംഗ് വാൽവ്, പ്രഷർ റെഗുലേറ്റർ, പ്രഷർ റിലീഫ് വാൽവ്, കൗണ്ടർ ബാലൻസിങ്, സീക്വൻസിങ് എന്നിവയാണ്. അതിൽ ആദ്യമായിട്ട് ഷട്ടിൽ വാൽവ് ആൻഡ് ആപ്ലിക്കേഷൻ ടു കൺട്രോൾ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് നോൺ റിട്ടേൺ വാൽവ്. ഈ വാൽവിൽ എയർ ഫ്ലോ ഒരു ഡയറക്ഷനിലേക്ക് അനുവദിക്കുന്നു, പക്ഷേ എയർ ഫ്ലോ എതിർ ദിശയിലേക്ക് അനുവദിക്കുന്നില്ല. നോൺ റിട്ടേൺ വാൽവ് ചെക്ക് വാൽവ് എന്നും അറിയപ്പെടുന്നു. ചിത്രം 1-ൽ നോൺ റിട്ടേൺ വാൽവിൻ്റെ കൺസ്ട്രക്ഷൻ കാണിച്ചിരിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്നത് സ്പ്രിങ്ങും പോപ്പറ്റും ഉൾക്കൊള്ളിച്ചിരിക്കുന്നതും ഫ്ലോ പാത്തുള്ള ഒരു വാൽവ് ബോഡിയുമാണ്. സ്പ്രിംഗ് പോപ്പറ്റിൽ വളരെ ചെറിയ ഫോഴ്സ് പ്രയോഗിക്കുന്നു, അതുകൊണ്ട് ഇത് ഫ്ലോ പാത്ത് ക്ലോസ് ചെയ്യും. നോൺ റിട്ടേൺ വാൽവ് വെർട്ടിക്കലായിട്ടോ ഒരു ആംഗുലാർ പൊസിഷനിലോ കണക്ട് ചെയ്തെങ്കിൽ പോലും പോപ്പറ്റ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നില്ല. പോർട്ട് എയിൽ നിന്ന് പോർട്ട് ബിയിലേക്ക് എയർ ഫ്ലോ ചെയ്യുമ്പോൾ ന്യൂമാറ്റിക് ഫോഴ്സ് പോപ്പറ്റിൽ ആക്ട് ചെയ്യുകയും സ്പ്രിംഗ് കംപ്രസ്ഡ് ആകുകയും ചെയ്യുന്നു. ഇത് പോപ്പറ്റിനെ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് കാരണമാവുകയും എയർ ഫ്ലോ സ്വതന്ത്രമായി പോർട്ട് എയിൽ നിന്ന് പോർട്ട് ബി ഡയറക്ഷനിലേക്കാകുകയും ചെയ്യുന്നു. ചിത്രം 2 നോക്കുക. ഫ്ലോ ഡയറക്ഷൻ റിവേഴ്സ് ആകുമ്പോൾ, അതായത് പോർട്ട് ബിയിൽ നിന്ന് ഡയറക്റ്റഡായി എയർ പ്രഷർ പോപ്പറ്റിൽ ആക്ട് ചെയ്ത് ഫ്ലോ പാത്ത് കൂടുതൽ ബ്ലോക്കായി ടൈറ്റാകുകയും പോർട്ട് എയിൽ നിന്ന് ഫ്ലോ ഇല്ലാതാകുകയും ചെയ്യുന്നു. ചിത്രം 4-ൽ കാണുന്നത് നോൺ റിട്ടേൺ വാൽവിൻ്റെ സിമ്പൽ ആണ്. അടുത്തത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഷട്ടിൽ വാൽവ്. ഷട്ടിൽ വാൽവ് ഫേസ് ടു ഫേസ് ആയി സ്ഥിതി ചെയ്യുന്ന 2 നോൺ റിട്ടേൺ വാൽവുകളുടെ ഒരു കോമ്പിനേഷൻ ആണ്. പക്ഷേ ചിത്രം 5-ൽ കാണുന്നത് പോലെ ഒരു കോമൺ പോപ്പറ്റ് ഉണ്ട്. ചിത്രം 5-ൽ കാണുന്നത് പോലെ പോർട്ട് വൈയിൽ കൂടി എയർ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോപ്പറ്റ് ഷിഫ്റ്റ് ചെയ്യുകയും പോർട്ട് എക്സ് ബ്ലോക്കാകുകയും ചെയ്യുന്നു. അങ്ങനെ എയർ ഫ്ലോ പോർട്ട് വൈയിൽ നിന്ന് പോർട്ട് എയിലേക്ക് പോകുന്നു. ചിത്രം 6-ൽ കാണുന്നത് പോലെ പോർട്ട് എക്സിൽ കൂടി എയർ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോപ്പറ്റ് ഷിഫ്റ്റ് ചെയ്യുകയും പോർട്ട് വൈ ബ്ലോക്ക് ആകുകയും ചെയ്യുന്നു. അങ്ങനെ എയർ ഫ്ലോ പോർട്ട് എക്സിൽ നിന്ന് പോർട്ട് എയിലേക്ക് പോകുന്നു. പോർട്ട് എക്സിൽ നിന്നോ വൈയിൽ നിന്നോ പോപ്പറ്റ് പോർട്ടുകൾക്കിടയിൽ മുമ്പോട്ടോ പിറകോട്ടോ ചലിച്ച് ഔട്ട്പുട്ട് പോർട്ട് എയിലേക്ക് വരുന്നു. ചിത്രം 7-ൽ കാണുന്നത് ഷട്ടിൽ വാൽവിൻ്റെ സിമ്പൽ ആണ്. അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് ഷട്ടിൽ വാൽവ്. നമ്മൾ 2 3/2 വേ വാൽവുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവയുടെ ഔട്ട്പുട്ടുകൾ പോർട്ട് എക്സും പോർട്ട് വൈയുമായി കണക്ട് ചെയ്യുകയും അപ്പോൾ ഈ വാൽവുകളിൽ ഏതെങ്കിലും ആക്ച്വേഷനിലായി നമുക്ക് പോർട്ട് എയിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നു. ചിത്രം 8 കാണിക്കുന്നത് ന്യൂമാറ്റിക് സർക്യൂട്ടിൽ ഷട്ടിൽ വാൽവിൻ്റെ ആപ്ലിക്കേഷൻ
സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിനെ രണ്ട് വ്യത്യസ്ത ലൊക്കേഷനുകളിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. വാൽവ് V1 ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എയർ ഷട്ടിൽ വാൽവിൽ കൂടി സിലിണ്ടറിൽ പ്രവേശിക്കുകയും പിസ്റ്റൺ ഫോർവേഡിൽ മൂവ് ആവുന്നു. ചിത്രം 9 കാണാം. ഉടൻ തന്നെ വാൽവ് റിലീസായി സിലിണ്ടർ സൈഡിലെ എയർ വാൽവ് V1 കൂടി എക്സോസ്റ്റായി പിസ്റ്റൺ റിട്രാക്റ്റ് ആവുന്നു. വാൽവ് V2 ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എയർ ഷട്ടിൽ വാൽവിൽ കൂടി സിലിണ്ടറിൽ പ്രവേശിക്കുകയും പിസ്റ്റൺ ഫോർവേഡിൽ മൂവ് ചെയ്യുന്നു. ചിത്രം 10 കാണാം. ഉടൻ തന്നെ വാൽവ് റിലീസായി സിലിണ്ടർ സൈഡിലെ എയർ വാൽവ് V2 എക്സോസ്റ്റായി പിസ്റ്റൺ റിട്രാക്റ്റ് ആകുന്നു. ഈ രണ്ട് വാൽവുകൾ V1ഉം V2ഉം ഒരേ സമയം ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ പോപ്പറ്റ് വാൽവുകളുടെ രണ്ട് വശങ്ങളിലേക്കും ഉള്ള എയർ ഫ്ലോ മൂലം ഷിഫ്റ്റ് ചെയ്യുകയും എയർ സിലിണ്ടറിലേക്ക് ഫ്ലോ ചെയ്ത് അങ്ങനെ പിസ്റ്റൺ ഫോർവേഡായിട്ട് മൂവ് ചെയ്യുന്നു. ഉടൻ തന്നെ രണ്ട് വാൽവുകളും റിലീസായി സിലിണ്ടർ സൈഡിലെ എല്ലാ എയറും വാൽവിൻ്റെ ഇരുവശങ്ങളിൽ കൂടി എക്സോസ്റ്റായി പിസ്റ്റൺ റിട്രാക്റ്റ് ആകുന്നു. ചിത്രം 12 നോക്കുക. Shuttle valves have lower leakage over the life of the valve and are more stable during reverse flow conditions. They also provide improved hydraulic dampening to protect your system from hydraulic spikes. Valve geometries have been optimized using advanced simulation, which provides faster valve response and higher flow capabilities. To meet your system and sizing needs, Parker Hannifin offers inline shuttle valves in അടുത്തത് റോളർ വാൽവ്. ന്യൂമാറ്റിക് റോളർ ലിവർ വാൽവുകൾ മെഷീൻ ഓട്ടോമേഷൻ സിസ്റ്റത്തിൽ മെക്കാനിക്കൽ പൊസിഷൻ സെൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. മെറ്റീരിയൽ പാസ് ചെയ്യുന്ന ഒരു മെഷീൻ പാർട്ടിൻ്റെ ലീനിയർ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്, ഉദാഹരണത്തിന് ഒരു കൺവെയർ ലൈൻ റോളറുകൾക്ക് മുകളിൽ മൂവ് ചെയ്യുന്നത് വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യും. വീൽ റൊട്ടേറ്റ് ചെയ്യുന്നത് മൂവിംഗ് പാർട്ടിൻ്റെ ഡയറക്ഷനിലായത് ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യുന്നു. ഇത് ന്യൂമാറ്റിക് റോളർ ലിവർ വാൽവും ട്രാവലിംഗ് പാർട്ടിൻ്റെയും തേയ്മാനം ലഘൂകരിക്കുന്നത് കാരണം മെക്കാനിക്കൽ സെൻസിങ്ങിന് ഇത് ഒരു സ്വീകാര്യമായ മെത്തേഡാണ്. ന്യൂമാറ്റിക് റോളർ ലിവർ വാൽവുകൾ സിങ്ക് അലൂമിനിയം അലോയ് കൊണ്ട് ഡൈകാസ്റ്റ് ചെയ്ത് മെഷീൻ ചെയ്തും വാർണിഷ് ചെയ്ത് സ്ട്രെങ്ത് ആക്കിയതും വിശ്വാസ്യതയും ഉള്ള ഒരു ഓവറോൾ എക്സലൻ്റ് ക്വാളിറ്റി പ്രോഡക്റ്റാണ്. നമ്മൾ 2 or 3 വേ നോർമലി ക്ലോസ്ഡ് ആക്കുകയോ അല്ലെങ്കിൽ 5 വേ റോളർ ലിവർ വാൽവിന് ഒന്നുകിൽ പോപ്പറ്റ് അല്ലെങ്കിൽ സ്പൂൾ ഡിസൈനുകളോ നൽകുക. ഒരു സ്റ്റാൻഡേർഡ് ന്യൂമാറ്റിക് റോളർ ലിവർ വാൽവ് അല്ലെങ്കിൽ ലിമിറ്റഡ് സ്പേസിലുള്ള ഒരു ഒതുങ്ങിയ ഡിസൈൻ ചൂസ് ചെയ്യുക. ലൈറ്റർ ഓപ്പറേഷന് ലിവർ ആക്ച്വേറ്റ് ചെയ്യാൻ കുറഞ്ഞ ഫോഴ്സ് ലഭ്യമാകുമ്പോൾ ഒരു എയർ പൈലറ്റ് സഹായിക്കുന്ന തരത്തിലുള്ള ക്രമീകരണം ഉപയോഗിക്കുന്നു. 1 വേ അല്ലെങ്കിൽ 2 വേ റോളർ ലിവറുകൾ സ്പ്രിംഗ് റിട്ടേൺ, എയർ പൈലറ്റ് റിട്ടേൺ അല്ലെങ്കിൽ ഡബിൾ റോളറുകൾ എന്നിവ ക്രമീകരിക്കുന്നു. ഒരു ഡബിൾ റോളർ ലിവർ മെഷീൻ കാരേജുകളിൽ സഞ്ചരിക്കുന്ന ദിശ റിവേഴ്സാക്കാൻ ഉപയോഗിക്കുന്നു. പോർട്ട് സൈസുകൾ G1/8 സ്റ്റാൻഡേർഡ് ആണ്. I'm going to start this up and see how it works. Once you close off one side, you'll get a different reaction to it. And once it's switched to the other one, it'll be the reverse side to it.
അടുത്തത് പ്രഷർ കൺട്രോൾ വാൽവ്. കൺട്രോൾ ചെയ്യാനും പ്രഷർ റെഗുലേറ്റ് ചെയ്യാനും ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ പലതരം പ്രഷർ കൺട്രോൾ വാൽവുകൾ ഉപയോഗിക്കുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രഷർ കൺട്രോൾ വാൽവ്: പ്രഷർ റിലീഫ് വാൽവ്, പ്രഷർ റെഡ്യൂസിംഗ് വാൽവ്, പ്രഷർ റെഗുലേറ്റർ. പ്രഷർ റിലീഫ് വാൽവ് സിസ്റ്റത്തിലെ പ്രഷർ സെറ്റ് ചെയ്യുകയും ക്ലിപ്തപ്പെടുത്തുകയും ചെയ്യുന്നത് പ്രഷർ റിലീഫ് വാൽവ് ആണ്. അധികം പ്രഷർ നേരിടുന്നതിന് അധികം അളവ് ഓയിൽ സിസ്റ്റത്തിൽ നിന്നും ടാങ്കിലേക്ക് പോകാൻ സഹായിക്കുന്നതും പ്രഷർ റിലീഫ് വാൽവാണ്. ഈ ഡിസൈനിൽ ഒരു പോപ്പറ്റ് വാൽവ്, ഒരു സീൽ എന്നിവ സംയോജിപ്പിച്ച് വാൽവിൻ്റെ നോർമൽ പൊസിഷനിലായിരിക്കുമ്പോൾ ഒരു സ്പ്രിങ് വഴി ഇൻലെറ്റ് പോർട്ട് പിക്ക് എതിരായി പ്രസ് ചെയ്യുന്നു. ചിത്രം ഒന്ന് നോക്കുക. ഇൻപുട്ട് പ്രഷർ പി സീലിംഗ് എലമെൻറ്റിൻ്റെ സർഫസിൽ ആക്ട് ചെയ്ത് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നു. F equals P1 A1. P1 equals oil pressure. A1 equals area of the poppet surface where in the pressure acting. സീലിംഗ് എലമെൻറ്റിനെ പ്രസ് ചെയ്യുന്ന സ്പ്രിംഗ് ഫോഴ്സ് സീറ്റിൽ അഡ്ജസ്റ്റബിൾ ആണ്. സ്പ്രിംഗ് ഫോഴ്സിനേക്കാൾ ഇൻപുട്ട് പ്രഷർ വഴി ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് അധികമാകുന്നെങ്കിൽ വാൽവ് ഓപ്പൺ ആകാൻ തുടങ്ങുന്നു. ഇത് ലിക്വിഡിൻ്റെ ഭാഗികമായ ഒരു ഫ്ലോ ടാങ്കിലേക്ക് പോകുന്നതിന് കാരണമാകുന്നു. ചിത്രം 2 നോക്കുക. ഇൻപുട്ട് പ്രഷർ തുടർച്ചയായി കൂടുകയാണെങ്കിൽ കംപ്ലീറ്റ് പമ്പ് ഡെലിവറി ടാങ്കിലേക്ക് ഒഴുകുന്നത് വരെ വാൽവ് ഓപ്പൺ ആകും. ഔട്ട്ലെറ്റിലെ റെസിസ്റ്റൻസ്, അതായത് ടാങ്ക് ലൈൻ, ഫിൽറ്റർ എന്നിവ പ്രഷർ റിലീഫ് വാൽവിലെ സ്പ്രിംഗ് ഫോഴ്സിൽ ആഡ് ചെയ്യുന്നു. പ്രഷർ റിലീഫ് വാൽവിൻ്റെ ആപ്ലിക്കേഷൻ ചിത്രം 3 കാണിച്ചിരിക്കുന്നു. A direct-acting relief valve is held closed by the direct force of a mechanical spring. The spring force holding the valve closed is opposed by the system hydraulic pressure. The cracking pressure is the minimum pressure at which the valve will begin to open. This pressure is set by changing the tension in the spring using an adjusting nut or knob. As long as the system operates at a pressure at or under the cracking pressure, the valve remains closed. If the hydraulic pressure increases even a small amount beyond this level, the valve begins to open and fluid begins to trickle through. The pressure at which the valve is fully open is called the full relief valve pressure and is higher than the cracking pressure. When the hydraulic fluid in the system reaches the full relief valve pressure, the valve will be fully open and all fluid is discharged through the outlet port.